നമസ്കാരം. പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഇതുവരെ പുറത്തുവന്ന എല്ലാ പ്രധാനപ്പെട്ട വാർത്തകളും ഇനിയുള്ള 1 മണിക്കൂർ സമയം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തും. ആദ്യ റിപ്പോർട്ടിലേക്ക് നേരിട്ട് നമ്മൾ കടക്കുന്നു. വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തിയും മലപ്പുറം പ്രസംഗത്തെ ന്യായീകരിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ. വെള്ളാപ്പള്ളി SNDP നേതൃത്വത്തിലെത്തിയതിന്റെ 30ാം വാർഷികാഘോഷ വേദിയിലാണ് മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയെ ന്യായീകരിച്ചത്. പരാമർശം മലപ്പുറത്തിന് എതിരായിരുന്നില്ല എന്നും വെള്ളാപ്പള്ളി വിമർശിച്ചത് മുസ്ലിം ലീഗിനെയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പിണറായി വിജയൻ സർക്കാരിന് ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് വെള്ളാപ്പള്ളി നടേശനും മറുപടി നൽകി. ഗുരു സന്ദേശങ്ങളെ പ്രായോഗിക പ്രവർത്തനങ്ങളുമായി സമന്വയിപ്പിച്ചുകൊണ്ട് വെള്ളാപ്പള്ളിക്ക് ഈ 3 പതിറ്റാണ്ട് കാലം ഈ സംഘടനയ്ക്ക് നേതൃത്വം കൊടുത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശനെ വാനോളം പുകഴ്ത്തിയായിരുന്നു മുഖ്യമന്ത്രി പ്രസംഗം ആരംഭിച്ചത്. പ്രസംഗത്തിന്റെ അവസാന ഭാഗം എത്തിയതോടെ മലപ്പുറം വിവാദ പ്രസംഗത്തെയും മുഖ്യമന്ത്രി ന്യായീകരിച്ചു. പരാമർശം ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഉദ്ദേശിച്ചെന്ന് മുഖ്യമന്ത്രി. അടുത്ത കാലത്ത് നിർഭാഗ്യകരമായ ചില വിവാദങ്ങൾ ഉയർന്നു വന്നു. എന്നാൽ വെള്ളാപ്പള്ളിയെ അറിയാവുന്നവർക്കെല്ലാം അറിയാം, അദ്ദേഹം ഏതെങ്കിലും ഒരു മതത്തിന് എതിരായി നിലപാട് സ്വീകരിച്ച ചരിത്രമുള്ളയാളല്ല എന്ന്. തെറ്റിദ്ധാരണകൾ പരത്താനുള്ള അവസരം വെള്ളാപ്പള്ളിയുടെ പ്രസംഗത്തിന്റെ ഭാഗമായി ഉണ്ടായി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ശ്രദ്ധ വേണമെന്നും വെള്ളാപ്പള്ളിയോട് പറഞ്ഞു. ചില തെറ്റിദ്ധാരണകൾ പരത്താനുള്ള അവസരം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമായി വന്നു. അത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയും അവധാനതയും വെള്ളാപ്പള്ളി പുലർത്തേണ്ടതുണ്ട്. പിന്നാലെ പ്രസംഗിച്ച വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയൻ സർക്കാർ 3ാമതും അധികാരത്തിൽ വരുമെന്ന് പ്രഖ്യാപിച്ചു. അതിനുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിൽ ഉള്ളതെന്നും വെള്ളാപ്പള്ളി. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ച് നോക്കിയാൽ ശ്രീ പിണറായി വിജയൻ തന്നെ ഭരണ തുടർച്ചയിലേക്ക് എത്താനുള്ള കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. മുഖ്യമന്ത്രിക്കൊപ്പം 4 മന്ത്രിമാരും SNDP നേതൃത്വത്തിൽ 30 വർഷം പിന്നിട്ട വെള്ളാപ്പള്ളി നടേശന് ആശംസയറിയിക്കാനെത്തി. 24 ആലപ്പുഴ. കോട്ടയം എരുമേലിയിൽ വീടിന് തീപിടിച്ച സംഭവത്തിൽ മരണം 3ആയി. നേരത്തെ മരിച്ച സീതമ്മയുടെ ഭർത്താവ് സത്യപാലനും മകൾ അഞ്ജലിയുമാണ് മരിച്ചത്. ഗുരുതരമായി പൊള്ളലേറ്റ മകൻ ചികിത്സയിലാണ്. ടോബി ജോൺസൺ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. ടോബി, ഇത് കുടുംബ പ്രശ്നത്തെ തുടർന്ന് തീയിട്ടതാണ് എന്ന തരത്തിൽ വരുന്ന വിവരങ്ങൾക്കൊക്കെ എത്രത്തോളം അടിസ്ഥാനമുണ്ട്? എന്താണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്? മകൻ ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലുണ്ട്. ആരോഗ്യനില എങ്ങനെ, ടോബി? അല്പസമയം മുമ്പാണ് ഈ 2 പേരുടെയും, അതായത് ഭർത്താവായിട്ടുള്ള സത്യപാലൻ അതുപോലെ തന്നെ മകൾ അഞ്ജലി, ഈ 2 പേരുടെയും മരണം സ്ഥിരീകരിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഈ സംഭവം നടന്നതിന് തൊട്ട് പിന്നാലെ ഇവരെ കൊണ്ടുവന്നിരുന്നു. ഗുരുതരമായിട്ട് പൊള്ളലേറ്റിരുന്നു. 80% ഇവരുടെ ശരീരത്തിൽ പൊള്ളലുണ്ടായിരുന്നു. തുടർന്ന് വൈകുന്നേരത്തോടുകൂടി ഇവരുടെ മരണം സംഭവിക്കുകയായിരുന്നു എന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും ലഭിക്കുന്ന വിവരം. കുടുംബ പ്രശ്നമാണ് ഈ ഒരു പ്രശ്നത്തിലേക്ക് പോയത് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പോലീസിൽ നിന്നുമാണ് ഈ വിവരം ലഭിക്കുന്നത്. രാവിലെ ഈ സംഭവം നടക്കുമ്പോൾ അറിഞ്ഞിരുന്നത് വീടിന് തീപിടിച്ചു എന്നാണ്. എന്നാൽ അതല്ല, അതിനപ്പുറത്തേക്ക് ചില സംഭവങ്ങൾ ഈ വീട്ടിലുണ്ടായി. മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ചില തർക്കങ്ങളാണ് ഒരു ആത്മഹത്യ പോലെ ഒരു കാര്യത്തിലേക്ക് പോയി എന്നൊരു സംശയമാണ് പോലീസിനുള്ളത്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇവരുടെ എല്ലാം ശരീരത്തിൽ പെട്രോൾ വീണ് തീപിടിച്ചതായിട്ടാണ് പോലീസ് പ്രാഥമികമായി വിലയിരുത്തിയിരിക്കുന്നത്. ആ പെട്രോൾ അവിടെ വരാനുള്ള കാരണം ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ സത്യപാലൻ. അതുകൊണ്ട് തന്നെ ഈ ജനറേറ്ററിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഈ പെട്രോൾ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്നുമാണ് തീ പടർന്നത് എന്നുള്ളൊരു വിവരമാണ്. എന്തായാലും എന്താണ് നടന്നത് എന്നത് സംബന്ധിച്ച് പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. ഈ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നതായി നാട്ടുകാരും പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. 3 പേരുടെ മരണവും ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചികിത്സയിലുള്ളത് മകനാണ്. നില മെച്ചപ്പെട്ടു വരുന്നു എന്നുള്ളൊരു വിവരമാണ് മെഡിക്കൽ കോളേജിൽ നിന്നും നമുക്ക് ഈ യുവാവിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ലഭിക്കുന്ന വിവരം. ശരി, ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. മാസപ്പടി കേസിൽ പ്രോസിക്യൂഷൻ നടപടികൾ നേരിടാനൊരുങ്ങുന്ന വീണ വിജയനും മുഖ്യമന്ത്രി പിണറായി വിജയനും പൂർണ്ണമായും പിന്തുണ പ്രഖ്യാപിച്ച് CPIM. കേസിൽ രാഷ്ട്രീയത്തിനപ്പുറം ഒന്നുമില്ലെന്നും അതിനെ എന്തു വന്നാലും നേരിടുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. കേസിൽ മുഖ്യമന്ത്രിക്കൊപ്പമെന്നും വീണയ്ക്ക് പിന്തുണയില്ല എന്നും CPI വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള ആക്രമണമാണെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. 2 കമ്പനികൾ തമ്മിലുള്ള സുതാര്യവും നിയമപരമായ ഇടപാടിൽ കമ്പനികൾക്കാർക്കും പരാതിയില്ല.
പിന്നെ എന്തിനാണ് കേസും നടപടികളുമെന്നാണ് CPIMന്റെ ചോദ്യം. എക്സലോജിക്കിനെ എന്തിനാണ് വലിച്ചിഴക്കപ്പെടുന്നത് എന്ന കാര്യം സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ സഖാവ് പിണറായി വിജയൻ്റെ മകളായി പോയി എന്നുള്ള കാരണം കൊണ്ട് അതിലേക്ക് വലിച്ചിഴക്കുന്ന രാഷ്ട്രീയ പ്രേരിതമായ നിലപാട് സ്വീകരിച്ചത്. ബിനീഷ് കോടിയേരിയുടെ കേസും മാസപ്പടി കേസും തമ്മിൽ താരതമ്യമില്ലെന്ന മുഖ്യമന്ത്രി നിലപാട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ആവർത്തിച്ചു. കോടിയേരിയെ പരാമർശിക്കാൻ വേണ്ടി കോടിയേരിയുടെ മകനെ ചിത്രീകരിച്ചതല്ല. കോടിയേരിയുടെ മകൻ്റെ പ്രശ്നത്തിൽ പാർട്ടി നിലപാടുണ്ട്, അതുപോലെ തന്നെ കോടിയേരിയുടെ നിലപാടുണ്ട്. അത് അവർ തന്നെ കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ്. ഇത് നേരെ മറിച്ചാണ്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി CPIM രംഗത്ത് വന്നു. വീണാ വിജയന്റെ കേസും അതുപോലെ മുഖ്യമന്ത്രിയുടെ വിഷയവും രണ്ടു തന്നെയാണ്. വീണാ വിജയന്റെ കേസ് ഒരു കമ്പനിയുടെ നടത്തിപ്പിന്റെ വിഷയമാണ്. ആ കമ്പനിയുടെ നടത്തിപ്പുകാർക്ക് വേറൊരു കമ്പനിയുമായിട്ട് ബന്ധമുണ്ടാക്കാം, ഉടമ്പടി ഉണ്ടാക്കാം, എല്ലാം ചെയ്യാം. ആ തെറ്റ് ശരിയുമെല്ലാം കമ്പനി നിയമപ്രകാരം തീരുമാനിക്കപ്പെട്ടെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രിയുടെ നിലപാടിന് പുറം നിൽക്കുന്നു. എന്നാൽ കേസിൽ കോടതിയെ ചാരി മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നതിനെ ചോദ്യം ചെയ്ത് കോൺഗ്രസ് MLA മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു. കോടതിയെ ചാരി ഉള്ള മുഖ്യമന്ത്രിയുടെ മൗനം യഥാർത്ഥത്തിൽ CPIMനും മുഖ്യമന്ത്രിക്കും മറുപടി ഇല്ലാതായതുകൊണ്ടാണ്. 24 തിരുവനന്തപുരം. എക്സാലോജിക് CMRL കേസിൽ SFIO റിപ്പോർട്ട് ഫയലിൽ സ്വീകരിച്ച് കോടതി. പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടെ തീരുമാനം. വീണാ വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് കോടതി ഉടൻ സമൻസ് അയക്കും. CMRL മാസപ്പടി കേസിൽ SFIO നടപടികൾ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കേസിൽ SFIO നൽകിയ റിപ്പോർട്ട് കോടതി സ്വീകരിച്ചു. പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കോടതിയുടെ തീരുമാനം. വീണാ വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് കോടതി ഉടൻ സമൻസ് അയക്കും. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി 7 SFIO സമർപ്പിച്ച റിപ്പോർട്ടാണ് കോടതി സ്വീകരിച്ചത്. റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള പ്രതികൾക്ക് നോട്ടീസ് അയക്കുന്ന പ്രക്രിയ അടുത്തതായി നടക്കും. അടുത്തയാഴ്ച തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകും എന്നാണ് വിവരം. കേസിന് നമ്പർ ഇടുകയാണ് ആദ്യം ചെയ്യുക. ശേഷം 1-ാം പ്രതി ശശിധരൻ കർത്ത മുതൽ 11-ാം പ്രതി വീണാ വിജയൻ വരെയുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കും. ഇതിൽ 4 പ്രതികൾ 4 കമ്പനികളാണ്. 11 പ്രതികൾക്കും എതിരായ കുറ്റം പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്നുള്ള കോടതിയുടെ വിലയിരുത്തൽ SFIO നീക്കങ്ങൾക്ക് കരുത്തു പകരും. ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. KM എബ്രഹാമിനെതിരായ CBI അന്വേഷണ ഉത്തരവിൽ വിജിലൻസിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. സ്വത്ത് സമ്പാദന കാലയളവ് ശരിയായി പരിശോധിക്കാൻ വിജിലൻസിനായില്ല എന്നും വസ്തുതകൾ അവതരിപ്പിക്കുന്നതിൽ വിജിലൻസ് അഭിഭാഷകന് വീഴ്ച പറ്റിയതായും കോടതി ചൂണ്ടിക്കാട്ടി. പൊതുപ്രവർത്തകൻ ജോമോൻ പുത്തൻപുരയ്ക്കൽ നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് K. ബാബുവിന്റെ ബെഞ്ചാണ് CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. KM എബ്രഹാമിനെതിരായ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന കേസിൽ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ടാണ് വിജിലൻസിനെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം നടത്തിയിട്ടുള്ളത്. KM എബ്രഹാമിന്റെ സ്വാധീനത്തിലായിരുന്നു വിജിലൻസിന്റെ പ്രാഥമികാന്വേഷണം നടന്നതെന്ന് ഹൈക്കോടതി കുറ്റപ്പെടുത്തി. 2014-2015 കാലത്തെ സ്വത്ത് സമ്പാദനം അന്വേഷണത്തിൽ വിജിലൻസ് ഉൾപ്പെടുത്തിയില്ല. കടപ്പാക്കട ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ വരുമാനം അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയില്ല. ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന് പണം കൈമാറിയതിലും അന്വേഷണം നടത്തിയില്ല. സ്വത്ത് സമ്പാദന കാലയളവ് ശരിയായി പരിശോധിക്കാൻ വിജിലൻസിനായില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഇക്കാര്യങ്ങൾ വിജിലൻസ് ഒഴിവാക്കാൻ പാടില്ലായിരുന്നുവെന്നും വസ്തുതകൾ അവതരിപ്പിക്കുന്നതിൽ വിജിലൻസ് അഭിഭാഷകന് വീഴ്ച പറ്റിയെന്നും ഉത്തരവിൽ പറയുന്നു. ജസ്റ്റിസ് K. ബാബുവിന്റെ ബെഞ്ചാണ് മുൻ ചീഫ് സെക്രട്ടറിയും നിലവിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ KM എബ്രഹാമിനെതിരെ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അന്വേഷണ ചുമതല CBI കൊച്ചി യൂണിറ്റിന് കൈമാറിയ കോടതി കേസുമായി ബന്ധപ്പെട്ട രേഖകൾ വിജിലൻസ് എത്രയും വേഗം CBI സംഘത്തിന് കൈമാറണമെന്നും നിർദ്ദേശിച്ചു. ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ ഇടപെടലുണ്ടായിട്ടും അയവില്ലാതെ IAS തലപ്പത്തെപ്പോര്. ഹിയറിംഗിനായി N. പ്രശാന്ത് മുന്നോട്ട് വെച്ച ഉപാധികൾ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ തള്ളി. ഹിയറിംഗ് തത്സമയം പുറത്തുവിടണം, ശബ്ദവും ദൃശ്യവും റെക്കോർഡ് ചെയ്യണം എന്നീ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ചീഫ് സെക്രട്ടറി വ്യക്തമാക്കി. പ്രശാന്തിനെതിരെ വകുപ്പ് തല അന്വേഷണത്തിന് സർക്കാർ ആലോചിക്കുമ്പോഴാണ് ഹിയറിംഗ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഹിയറിംഗ് ദൃശ്യം തത്സമയം പുറത്തുവിടാൻ ആവശ്യപ്പെടുന്നത് അസാധാരണ നടപടിയെന്നാണ് ചീഫ് സെക്രട്ടറിയുടെ നിലപാട്. അച്ചടക്ക നടപടിയുടെ ഭാഗമായതിനാൽ രഹസ്യ സ്വഭാവമുണ്ടെന്നും സർക്കാർ പറയുന്നു.
IAS സർവീസ് ചട്ടത്തിൽ അക്കാര്യം പറയുന്നില്ല. തെളിവെന്ന നിലയിൽ വീഡിയോ റെക്കോർഡിംഗ് ആവശ്യപ്പെടാമെങ്കിലും ലൈവ് സ്ട്രീമിംഗ് അസാധാരണമാണെന്നും മുതിർന്ന ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അടുത്തയാഴ്ച ഹിയറിംഗ് നടത്തുന്നത്. സസ്പെൻഷനെ ചൊല്ലി ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ പരസ്യമായി വാക്പോര് തുടരുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടലുണ്ടാകുന്നത്. കഴിഞ്ഞ നവംബറിലാണ് N. പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത്. 24 തിരുവനന്തപുരം. മുനമ്പത്തെ ഭൂമി വഖഫാണെന്ന് കാണിച്ച് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം പുറത്ത്. ഭൂമി ദാനം കിട്ടിയതാണെന്ന ഫറൂഖ് കോളേജിന്റെ ഇപ്പോഴത്തെ നിലപാടിന് വിരുദ്ധമായ രേഖയാണിത്. കേസിൽ അന്തിമ ഉത്തരവിറക്കുന്നതിൽ നിന്ന് വഖഫ് ട്രൈബ്യൂണലിന്റെ ഹൈക്കോടതി വിലക്കി. 1970 ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് സെക്രട്ടറി MM കലന്തൻ പറവൂർ സബ് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിന്റെ പകർപ്പാണിത്. ഭൂമി ഫറൂഖ് കോളേജിന് വഖഫായി ലഭിച്ചതാണെന്ന് ഇതിൽ വ്യക്തമാക്കുന്നു. ഭൂമി ദാനം കിട്ടിയതാണെന്ന നിലവിലെ വാദം തെറ്റെന്ന് വ്യക്തമാക്കുന്നതാണ് രേഖ. വഖഫ് എന്ന് വാദിച്ച് ഉടമസ്ഥാവകാശം സ്ഥാപിച്ചെടുത്ത ഭൂമിയാണ് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് പിന്നീട് മറിച്ചു വിൽക്കുന്നത്. ഇത് ചോദ്യം ചെയ്യപ്പെട്ടതോടെ ഭൂമി ദാനം കിട്ടിയതെന്ന് നിലപാട് മാറ്റി. മുനമ്പം ഭൂമി ഭൂപരിഷ്കരണ നിയമപ്രകാരം ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് താമസക്കാർ കോടതിയെ സമീപിച്ചപ്പോഴും ഫറൂഖ് കോളേജ് ഭൂമി വഖഫാണെന്ന നിലപാടാണ് സ്വീകരിച്ചത്. വഖഫ് ഭൂമിക്ക് ഭൂപരിഷ്കരണ നിയമം ബാധകമല്ലെന്നായിരുന്നു വാദം. 1970 സത്യവാങ്മൂലം വഖഫ് ബോർഡ് ട്രൈബ്യൂണലിന് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇതോടെ നിലപാട് മാറ്റം ഫറൂഖ് കോളേജ് വിശദീകരിക്കേണ്ടി വരും. ഇത്തരത്തിൽ ഒരു സത്യവാങ്മൂലം ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് ഫറൂഖ് കോളേജിന്റെ അഭിഭാഷകന്റെ പ്രതികരണം. അതേസമയം മുനമ്പം വഖഫ് ഭൂമി കേസിൽ അന്തിമ ഉത്തരവിറക്കുന്നതിൽ നിന്ന് വഖഫ് ട്രൈബ്യൂണലിനെ ഹൈക്കോടതി വിലക്കി. വഖഫ് ബോർഡ് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഫറൂഖ് കോളേജിന് നോട്ടീസ് അയച്ചു. 24 കൊച്ചി, കോഴിക്കോട്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പാക്കേജിനായി എൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമിക്കുള്ള പണം നൽകിയതായി റവന്യൂ മന്ത്രി കെ രാജൻ. കോടതി ആവശ്യപ്പെട്ട 17 കോടി രൂപ ട്രഷറി മുഖാന്തരം അടച്ചു. വൈകിട്ട് തന്നെ പണം കൈമാറിയെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. ഇന്ന് തന്നെ കോടതിയിലേക്ക് ആ പണം ഒടുക്കുന്ന നടപടി ട്രഷറി അക്കൗണ്ടിലൂടെ ജില്ലാ കളക്ടർ നിർവഹിച്ചു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു. പിന്നെ കോടതിക്ക് കൊടുക്കേണ്ട പണം ട്രഷറിയിലേക്ക് ചെക്ക് മുഖാന്തരം കൈമാറി. ആ നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർത്തീകരിച്ചു. വയനാട്ടിലെ എൽസ്റ്റോൺ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പിൻ്റെ ഫുൾ ടീം ഇപ്പോൾ അവിടെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ ക്യാമ്പ് ചെയ്യുകയാണ്. സർവേയർമാരുൾപ്പെടെയുള്ള ആളുകൾ ഉണ്ട്. ഇന്നു രാത്രിക്കുള്ളിൽ തന്നെ, ഇന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എൽസ്റ്റോൺ എസ്റ്റേറ്റ് ആധികാരികമായി ടൗൺഷിപ്പിന് വേണ്ടി ഏറ്റെടുത്തുകൊണ്ടുള്ള ശിലാഫലകം അവിടെ പ്രതിഷ്ഠിച്ച് ആ നടപടികളുമായി മുന്നോട്ട് പോകും. കെ സ്മാർട്ട് യാഥാർത്ഥ്യമാകുമ്പോഴും കാളവണ്ടി യുഗത്തിലെ സർക്കാർ ഉത്തരവിന്റെ മറവിൽ റിവാർഡ് നേടി ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥർ. പഞ്ചായത്തുകളിൽ 100% നികുതി പിരിവ് നടന്നാൽ ഉദ്യോഗസ്ഥർക്ക് പ്രോത്സാഹനമായി കിട്ടുക അടിസ്ഥാന ശമ്പളത്തിന് തുല്യമായ തുകയാണ്. കാൽനടയായി നികുതി പിരിച്ചിരുന്ന അരനൂറ്റാണ്ട് മുമ്പുള്ള ഉത്തരവിന്റെ മറവിലാണ് കെ സ്മാർട്ട് യുഗത്തിലും ഈ ആനുകൂല്യം. 100% നികുതി പിരിച്ചെടുക്കുന്ന വാർഡ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്കാണ് ശമ്പളത്തിന് പുറമെ 1 മാസത്തെ അടിസ്ഥാന ശമ്പളം റിവാർഡായി ലഭിക്കുന്നത്. പഞ്ചായത്ത് സെക്രട്ടറിക്ക് അടിസ്ഥാന ശമ്പളത്തിന്റെ പകുതിയും പ്രോത്സാഹനമായി നൽകുന്നു. ഇതിനടിസ്ഥാനം 1962 ജൂൺ 20 പുറത്തിറങ്ങിയ ഈ ഉത്തരവാണ്. അന്ന് നികുതി പിരിക്കാൻ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ കാൽനടയായും സൈക്കിളിലും രസീത് ബുക്കുമായി സഞ്ചരിച്ചായിരുന്നു നികുതി പിരിവ്. എന്നാൽ 63 വർഷങ്ങൾക്കിപ്പുറം തദ്ദേശ സ്ഥാപന സേവനങ്ങൾ ഒറ്റ ക്ലിക്കിൽ ലഭ്യമാകുമ്പോഴാണ് ലക്ഷങ്ങൾ റിവാർഡായി തനത് ഫണ്ടിൽ നിന്നും ചെലവഴിക്കുന്നത്. 1970-ലും 2022-ലും ഈ ഉത്തരവിൽ ഭേദഗതി വരുത്തിയെങ്കിലും കൂടുതൽ ഇളവുകൾ അനുവദിക്കുകയായിരുന്നു. 2022-ൽ ഇറക്കിയ സർക്കാർ ഉത്തരവ് പ്രകാരം റവന്യൂ റിക്കവറി, പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിച്ച തുകയും കളക്ഷനായി കണക്കാക്കി ഉദ്യോഗസ്ഥർക്ക് റിവാർഡ് നൽകാം. യാത്രാ സൗകര്യമില്ലാതിരുന്ന കാലത്ത് സർക്കാരിന് വരുമാനം ലഭിക്കാൻ ഏർപ്പെടുത്തിയ പ്രോത്സാഹന പദ്ധതിയാണ് 63 വർഷങ്ങൾക്ക് ശേഷവും തുടരുന്നത്. അതും പകുതിയിലധികം ജനങ്ങളും ഓൺലൈനായി നികുതി അടയ്ക്കുന്ന ഇക്കാലത്ത്. തിരുവനന്തപുരത്ത് നിന്നും MG പ്രതീഷ്, 24. LDF സർക്കാരിന്റെ നേട്ടങ്ങൾ CPIM ഒറ്റയ്ക്ക് ഏറ്റെടുക്കുന്നുവെന്ന് CPI സംസ്ഥാന കൗൺസിലിൽ വിമർശനം. പാർട്ടി മന്ത്രിമാർ ഭരിക്കുന്ന വകുപ്പുകളെ ഫണ്ട് നൽകാതെ ഞെരുക്കുന്നുവെന്നും CPI നേതൃയോഗത്തിൽ വിമർശനമുയർന്നു. അതേസമയം ധനമന്ത്രി KN ബാലഗോപാൽ തുല്യതയോടെ എല്ലാ വകുപ്പുകൾക്കും പണം നൽകുന്നുവെന്ന മന്ത്രി കെ രാജന്റെ പരാമർശം ശ്രദ്ധേയമായി. LDFുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നടന്ന ചർച്ചയിലാണ് സർക്കാരിൻ്റെയും മുന്നണിയുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് CPI സംസ്ഥാന കൗൺസിലിൽ വിമർശനം ഉയർന്നത്. ഇടതുമുന്നണിയാണ് സർക്കാരിനെ നയിക്കുന്നതെങ്കിലും അതിൻ്റെ നേട്ടങ്ങളെല്ലാം CPIM ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നുവെന്നതാണ് വിമർശിക്കപ്പെട്ടത്. മുന്നണി സംവിധാനത്തിലും CPIM ഏകപക്ഷീയമായിട്ടാണ് തീരുമാനമെടുക്കുന്നത്.
സർക്കാരിൻ്റെയും മുന്നണിയും പ്രധാന പരിപാടികൾ മുഖ്യമന്ത്രിയിൽ മാത്രം കേന്ദ്രീകരിക്കുന്നതും വിമർശിക്കപ്പെട്ടു. മുന്നണി വ്യക്തികേന്ദ്രിതമായി പോകുന്നത് ശരിയല്ലെന്നായിരുന്നു വിമർശനം. പാർട്ടി യോഗങ്ങളിലെ ചർച്ച സംബന്ധിച്ച വാർത്തകളെ സംസ്ഥാന നേതൃത്വം തള്ളാതിരുന്നതും ശ്രദ്ധേയമായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യോഗത്തിൽ ചർച്ച ഉണ്ടാവുക തന്നെ ചെയ്യും, ഉണ്ടാകണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനാധിപത്യ പാർട്ടിയാണ്. പാർട്ടിക്കകത്ത് ചർച്ചകൾക്ക് ഇടമുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് പാർട്ടിയെപ്പറ്റി, LDFനെ പറ്റി, ഗവൺമെന്റിനെ പറ്റി എല്ലാം സ്വാഭാവികമായിട്ടും പാർട്ടി ചർച്ചയുണ്ടായിട്ടുണ്ട്. ആ ചർച്ചകളെല്ലാം LDFനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. CPI മന്ത്രിമാർ ഭരിക്കുന്ന വകുപ്പുകളെ ഫണ്ട് നൽകാതെ ദുർബലപ്പെടുത്താൻ ശ്രമം നടക്കുന്നതായും കൗൺസിൽ അംഗങ്ങൾ വിമർശിച്ചു. കർഷക ക്ഷേമനിധി ഉൾപ്പെടെ പ്രധാന പദ്ധതികൾ തടഞ്ഞു വെച്ചിരിക്കുന്ന ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം. എന്നാൽ ധനവകുപ്പ് തുല്യതയോടെ എല്ലാ വകുപ്പുകൾക്കും പണം നൽകുന്നുവെന്നാണ് കൗൺസിൽ യോഗം കഴിഞ്ഞ് CPI നിയമസാക്ഷി നേതാവായ റവന്യൂ മന്ത്രി K. രാജൻ പ്രതികരിച്ചത്. സാധാരണ ആളുകൾ ചൊല്ലും പറയും ബ്രഹ്മാവിന് ആയുസ്സിന് പഞ്ഞം ഉണ്ടാകില്ലല്ലോ എന്ന്. പക്ഷേ ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ ഒരു തലത്തിൽ കൂടുതൽ എടുക്കുകയോ വേറൊരു തലത്തിൽ കുറവെടുക്കുകയോ ചെയ്യാതെ വളരെ കൃത്യതയോടുകൂടി കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റിനെ കൊണ്ടുപോകുന്ന ഒരു മന്ത്രി കൂടിയാണ് അദ്ദേഹം. 24 തിരുവനന്തപുരം. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. ആലുവ പെരുമ്പാവൂർ റൂട്ടിൽ ലോറി ബൈക്കിലിടിച്ച് ഒരു മരണം, മറ്റൊരു യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ശ്യാംകുമാർ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ശ്യാമിലേക്ക് വരുന്നതിന് മുമ്പ് ആ ദൃശ്യം വളരെ നടുക്കമുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ്. ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നത്. വിവരങ്ങൾ ശ്യാം. റിജിത്ത്, ഇന്ന് വൈകുന്നേരമാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ആലുവ പെരുമ്പാവൂർ റൂട്ടിൽ ആണ് ഈ 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് അത് മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ എതിർദിശയിൽ നിന്ന് വന്ന ടോറസിന്റെ അടിയിലേക്ക് കയറുകയായിരുന്നു. അവിടെ ആ ബൈക്ക് ഓടിച്ചിരുന്നയാൾ തൽക്ഷണം ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. രണ്ടാമത്തെ ആൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെ പെരുമ്പാവൂരിലെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ശരി, ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. മുംബൈ ഭീകരാക്രമണ കേസിലെ സൂത്രധാരനും മുഖ്യപ്രതിയുമായ തഹാവൂർ റാണ ചോദ്യമുനയിൽ. കനത്ത സുരക്ഷയിൽ NIA ആസ്ഥാനത്താണ് 12 അംഗ സംഘം റാണയെ ചോദ്യം ചെയ്യുന്നത്. തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറുന്നതിന്റെ ചിത്രങ്ങൾ അമേരിക്ക പുറത്തുവിട്ടു. ഡൽഹി NIA ആസ്ഥാനത്ത് പ്രത്യേകമായി ക്രമീകരിച്ചിരിക്കുന്ന സെല്ലിലാണ് തഹാവൂർ റാണയെ പാർപ്പിച്ചിരിക്കുന്നത്. CCTV അടക്കമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. 12 അംഗ അന്വേഷണ സംഘം രാവിലെയോടെ NIA ആസ്ഥാനത്തെത്തി തഹാവൂർ റാണയുടെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. NIA ഉദ്യോഗസ്ഥർ, രഹസ്യാന്വേഷണ ഏജൻസികൾ, തീവ്രവാദ വിരുദ്ധ ക്രിമിനോളജി എന്നിവയിൽ പ്രത്യേക പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ, ഫോറൻസിക് സൈക്കോളജിസ്റ്റുകൾ എന്നിവർ അടങ്ങുന്നതാണ് പ്രത്യേക അന്വേഷണ സംഘം. കേസിലെ മുഖ്യ സൂത്രധാരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായുള്ള റാണയുടെ ബന്ധം, ഇന്ത്യ സന്ദർശനം, പാക് ഭീകര സംഘടനകളുമായുള്ള ബന്ധം എന്നിവ കേന്ദ്രീകരിച്ചാണ് റാണയിൽ നിന്ന് അന്വേഷണ സംഘം വിവരങ്ങൾ തേടുന്നത്. അതിനിടെ റാണയെ ഇന്ത്യക്ക് കൈമാറിയ ചിത്രങ്ങൾ US പുറത്തുവിട്ടു. അതീവ സുരക്ഷാ ക്രമീകരണങ്ങളിൽ ചങ്ങലയിട്ട് റാണയെ കൈമാറുന്ന ചിത്രങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ജീവൻ നഷ്ടമായ 166 പേർക്ക് നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് റാണയെ കൈമാറിയതെന്ന് അമേരിക്കൻ നീതിന്യായ വകുപ്പ് വ്യക്തമാക്കി. 20 ദിവസം കസ്റ്റഡി ആവശ്യപ്പെട്ടുവെങ്കിലും അന്വേഷണ സംഘത്തിന് 18 ദിവസമാണ് കോടതി അനുവദിച്ചത്. ഇതിനുള്ളിൽ തഹാവൂർ റാണയിൽ നിന്ന് ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പരമാവധി വിവരങ്ങളും തെളിവുകളും ശേഖരിക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. വിനീത VG 24 ഡൽഹി. AIADMK വീണ്ടും NDA ക്യാമ്പിൽ. ചെന്നൈയിലെത്തിയ അമിത്ഷാ എടപ്പാടി പളനിസ്വാമിയുമൊത്താണ് സഖ്യം പ്രഖ്യാപിച്ചത്. സഖ്യത്തെ എടപ്പാടി പളനിസ്വാമി നയിക്കുമെന്നും പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ടു പോകുമെന്നും അമിത്ഷാ പറഞ്ഞു. തന്നെ മാത്രം പ്രതീക്ഷിച്ചിരുന്നവരുടെ മുന്നിലേക്ക് അമിത്ഷാ എത്തിയത് എടപ്പാടി പളനിസ്വാമിയുമൊത്ത്. AIADMKയുമായുള്ള പഴയ ബന്ധത്തിലെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞ ശേഷം തങ്ങൾ വീണ്ടും ഒന്നിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. EPS മുന്നണിയെ നയിക്കുമെന്നും പ്രഖ്യാപിച്ചു. वो हम जीतने के बाद तय करेंगे. मैं कोई कंफ्यूजन छोड़ना नहीं चाहता. DMK के लिए हम एड़ापाड़ी जी के नेतृत्व में चुनाव लड़ेंगे. ത്രിഭാഷാ നയം, മണ്ഡല പുനഃക്രമീകരണം, നീറ്റ് പരീക്ഷാ വിഷയങ്ങളിൽ ഇരു പാർട്ടികളും തമ്മിൽ ചർച്ച ചെയ്ത് പൊതുനയം രൂപീകരിക്കും. DMK ഈ വിഷയങ്ങൾ ഉയർത്തുന്നത് രാഷ്ട്രീയ നേട്ടത്തിന് മാത്രമാണ്. वहाँ मेडिकल और इंजीनियरिंग के कोर्स का लोकल लैंग्वेजेस में ट्रांसलेशन हो चुका है. पढ़ाई की व्यवस्था की है. मैं 3 साल से मांग कर रहा हूँ, स्टालिन जी मेडिकल और इंजीनियरिंग की पढ़ाई तमिल में नहीं कराते. അണ്ണാമലയെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കാൻ
AADMKയുടെ സമ്മർദ്ദമുണ്ടായെന്ന വാദം അമിത്ഷാ തള്ളി. 24 ചെന്നൈ. ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ ലഹരിക്കും അക്രമത്തിനുമെതിരെ നടത്തുന്ന കേരള യാത്ര പര്യടനം തുടരുകയാണ്. യാത്ര മലപ്പുറത്ത്. VPS Lakeshore presents SKN40, presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, Leela Ravis. Celebrating partners, Joya Lucas, Jain Deemed to be University Kochi, Crown Plaza, Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Group of Educational Institutions, Medimix, Rich Max Finvest, Region Care, Benny's Royal Tours Private Limited, Pyramid Agro Multi-State Cooperative Society Limited, G-Tech Computer Education, Milma, New Rajasthan Marbles. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ലോകമെമ്പാടും വരുന്ന മലയാളികൾ കാണുമ്പോൾ ഞങ്ങളെ വേൽമുറി ചാരിറ്റബിൾ സൊസൈറ്റി നടത്തുന്ന സെവൻസ് ടൂർണമെന്റിന്റെ ഫുട്ബോൾ ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്. ഈ SKN40 യാത്രയുടെ ഭാഗമായിട്ട് ഞങ്ങൾ അപ്പോ ഫുട്ബോൾ ആവേശത്തിലാണ്. നിങ്ങൾക്കറിയുന്ന പോലെ ഇതിനടുത്തയാവുന്ന ആളുകൾ കൂടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇവിടെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ എത്തിയിരിക്കുന്നത്. ഞങ്ങൾ കാര്യം ഒന്ന് മാത്രമാണ്, ഒരു മെസ്സേജാണ് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഫുട്ബോളാണ് ലഹരി. ഹലോ, ഫുട്ബോളാണ് ലഹരി. നിങ്ങളെല്ലാവരും പറയുക, ഫുട്ബോൾ മാത്രമാണ് ലഹരി. ഫുട്ബോൾ മാത്രമാണ് ലഹരി. അപ്പോ ഈ ലൈറ്റ് ഒന്ന് അടച്ചു തന്നാൽ മൊബൈലിലെ നമുക്ക് ലൈറ്റ് മാത്രം കാണിച്ച് നമുക്ക് ലോകമെമ്പാടുമുള്ള മലയാളികളെ ഇത് തത്സമയം 24 വഴി ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇത് പ്രേക്ഷകരെ ഒന്ന് കാണിച്ചു കൊടുക്കാം. നിങ്ങളെല്ലാം നിങ്ങളുടെ മൊബൈൽ ഒന്ന് ഓണാക്കിയിട്ട് ഇവിടുത്തെ വിളക്കൊന്ന് കെടുത്തിയാൽ, ഈ വൈദ്യുത വിളക്കുകളൊന്ന് കെടുത്തിയാൽ ഇതൊരു ഈ ടൂർണമെന്റിന്റെ ഒരു ദീപവിധാനം പോലെ ലോകമെമ്പാടും ഈ സന്ദേശം നമുക്ക് എത്തിക്കാൻ കഴിയും. ലൈറ്റുകളൊന്ന് കെടുത്തുക, മൊബൈലിലെ വിളക്കുകൾ പ്രകാശിപ്പിക്കുക. ഓക്കെ, സന്ദേശമായിട്ട് മനസ്സിലാക്കുക. ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി നിങ്ങളോട് 2 വാക്ക് പറയും. അപ്പൊ ഫുട്ബോൾ തന്നെയാണ് ലഹരി. അപ്പൊ നമ്മളിവിടെ ഇന്നലെയും ഇന്നും നാളെയും ഒക്കെയായി ഇവിടെ ഈ നാടിന്റെ സ്നേഹം പകർന്ന്, ഈ നാടിന്റെ ആന്തരം പകർന്ന് നമ്മളിങ്ങനെ മുന്നോട്ടൊക്കെ പോവാണ്. മലപ്പുറത്തിന് ശക്തമായ സന്ദേശമായി കാണുകയാണ്. ഇത് ഈ നാടിനെ വെളിച്ചത്തിലേക്ക് നയിക്കാനുള്ള കൂരിരുട്ടിൽ നിന്ന്, ലഹരി മാഫിയ ഉണ്ടാക്കുന്ന കൊടും കൂരിരുട്ടിൽ നിന്ന് നാടിനെ വെളിച്ചത്തിലേക്ക് നയിക്കാനുള്ള ദീപിക പ്രയാണമാണിത്. അപ്പൊ ഈ ദീപങ്ങൾ ഈ നാടിന്റെ ദീപങ്ങളാണ്, ഈ ദീപങ്ങൾ ഭാവിയുടെ ദീപങ്ങളാണ്. ഈ ദീപങ്ങൾ നാടിനെ ഈ ലഹരി മാഫിയയിൽ നിന്ന് മുക്തമാക്കാനുള്ള ദീപങ്ങളാണ്. ഫുട്ബോൾ ഇവിടെ ഇന്ന് മലപ്പുറം ജില്ലയിൽ പര്യടനം നടത്തുന്ന ലഹരിക്കെതിരെ നടത്തുന്ന ഈ കമ്പയിൻ ഇന്ന് ഈ ഫുട്ബോൾ ഗ്രൗണ്ടിൽ മലപ്പുറത്തിൻ്റെ മണ്ണിൽ ഈ സന്ദേശം ഇവിടെ എത്തിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇവിടെ അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത്. എന്തുകൊണ്ടും കേരളത്തിലുടനീളം യാത്രകൾ നടത്തി ഒരുപാട് ബോധവൽക്കരണം, അതുപോലെ ഇതുപോലുള്ള യുവസമൂഹത്തിനെ ബോധ്യപ്പെടുത്തുവാനുള്ള
ലഹരി വിരുദ്ധമായുള്ള പ്രവർത്തനങ്ങൾ കമ്പയിനുകളും നടത്തി ബോധവൽക്കരണം നടത്തി അവരെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ അവരെ നന്മയിലേക്കും അതുപോലെ ധാർമ്മിക മൂല്യങ്ങളെയും വളർത്തിക്കൊണ്ടുവരുവാൻ ഈ സന്ദേശം ഉപകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ സന്ദേശം അവസാനിപ്പിക്കുകയാണ്. നിങ്ങളോടെല്ലാം നമ്മുടെ അഭ്യർത്ഥന എന്താണെന്ന് ചോദിച്ചാൽ, ഈ മാസം 20-ാം തീയതി 14 ജില്ലകളിലൂടെ ഞങ്ങൾ നടത്തുന്ന ഈ യാത്ര കോഴിക്കോട് അവസാനിക്കും. കോഴിക്കോട് അവസാനിക്കുമ്പോൾ ഈ 20-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് നിങ്ങളെ എല്ലാവരെയും കോഴിക്കോട് കടപ്പുറത്തേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു. ശക്തമായ ഒരു സന്ദേശം കോഴിക്കോട് കടപ്പുറത്തെ ഒരു ശക്തമായ സന്ദേശം ലോകമെമ്പാടുമുള്ള മലയാളി സുഹൃത്തുക്കൾക്ക് കൊടുക്കണം. അക്രമം വേണ്ട, MDMA വേണ്ട, രാസലഹരി വേണ്ട, ഫുട്ബോളാണ് നമ്മുടെ ലഹരി. നമ്മൾ വിളിച്ചു പറയുന്നത് കോഴിക്കോട് കടപ്പുറത്തിന്റെ ഈ അറേബ്യൻ കടലിന്റെ സാന്നിധ്യത്തിൽ കടലാഴങ്ങളിൽ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ വിളിച്ചു പറയും, ഏറ്റവും അവസാനത്തെ MDMA കാരനും ഈ നാട് വിട്ടു പോകണം എന്ന ഒറ്റ ആവേശത്തിൽ നമ്മൾ ഈ 20-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് വിളിച്ചു പറയും. ഈ 4 മണിക്ക് ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് നിങ്ങളെ ഏവരെയും കോഴിക്കോട്ട് കടപ്പുറത്തേക്ക് ഞങ്ങൾ സാദരം ക്ഷണിക്കുന്നു. അപ്പോ എല്ലാവരും വരിക. ഒരിക്കൽ കൂടി പറയുന്നു, ഫുട്ബോളാണ് ലഹരി. ഫുട്ബോൾ 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 കീ ഫുട്ബോൾ കീ ഫുട്ബോൾ കീ. That is all. Thank you. Good night. മത്സരം തുടരുന്നു. ചെയർമാനാണ്. ഇനി ചെയർമാൻ കൂടി 2 വാക്ക് പറയും. മേൽമുറി ചാരിറ്റബിൾ സൊസൈറ്റി നടത്തുന്ന 4ാമത് സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വേദിയിലാണ് SKNും ടീമും ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ജില്ലയിലുടനീളം ലഹരി വിരുദ്ധ സന്ദേശവുമായി യാത്ര പുരോഗമിക്കുകയാണ്. ലഹരിക്കും അക്രമത്തിനുമെതിരെയുള്ള മഹായുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നടത്തുന്ന കേരള യാത്ര മലപ്പുറം ജില്ലയിലെ പര്യടനം തുടരുന്നു. വൈകിട്ട് മൊയ്തീൻ അക്കാഡമിയിൽ നടന്ന കൂട്ടായ്മയിൽ 100 കണക്കിന് പേരാണ് പങ്കെടുത്തത്. രാവിലെ വേങ്ങരയിൽ നിന്ന് ആരംഭിച്ച SKN 40യിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെ കൈകോർത്തു. ഞങ്ങളിപ്പോൾ സംസാരിക്കുന്നത് വേങ്ങരയിൽ നിന്നാണ്. വേങ്ങരയിലാണ് നമ്മുടെ 24 ചെയർമാൻ ആരിങ്കൽ മുഹമ്മദിന്റെ വീട്. വേങ്ങര സഭാ സ്ക്വയർ ജനങ്ങളാൽ നിറഞ്ഞു. ലഹരിക്കെതിരെയുള്ള യുദ്ധത്തിൽ ഓരോരുത്തരും സ്വയം ഭടന്മാരാണെന്ന് പ്രഖ്യാപിച്ചു. നിരവധി കൂട്ടായ്മകൾ ഐക്യദാർഢ്യവുമായി എത്തി. കേരള ജനത അങ്ങേയറ്റം നെഞ്ചിലേറ്റുന്ന പരിപാടിയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഏറ്റവും വലിയ സാമൂഹ്യ വിപത്താണ് മയക്കുമരുന്ന്. ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ്. അത് തന്നെ. അപ്പൊ ഇതില് ഏറ്റവും പ്രയാസപ്പെടുന്നത് രക്ഷിതാക്കളാണ്, വിശിഷ്യ അമ്മമാരാണ്. ശേഷം കുറ്റാളൂർ LP സ്കൂളിന്റെ തിരുമുറ്റത്ത് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, എൻജോയ് ലൈഫ്. പിന്നെ പാണക്കാടിന്റെ മണ്ണിലേക്ക്. യഥാർത്ഥത്തിൽ കടലുണ്ടി ഇങ്ങനെയല്ല ഇതെന്ന് പറഞ്ഞാൽ ഇതിപ്പോ വരൾച്ചുണ്ട്, എന്തോ ഒരു ഉറക്കപ്പിച്ചു പോലെ കുറച്ച് വെള്ളം കുറവായോണ്ടോ. സാദിഖ് അലി തങ്ങളുമായുള്ള കൂടിക്കാഴ്ച. നമ്മൾ വരുന്ന അറിഞ്ഞും കുറെ ആൾക്കാർ ഇവിടെ കൂടിയിട്ടുണ്ടെന്ന്. ഹലോ, വളരെ സന്തോഷം. ഞാൻ വിചാരിക്കും ഇത് എൻ്റെ വീട്ടിലൊന്നും ഉണ്ടാവില്ല, എൻ്റെ മക്കളൊന്നും ഇതിന് പോയില്ല എന്നായിരിക്കും എല്ലാവരും ധരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ വാർത്തകൾ വരുമ്പോൾ ഇതിന് അഡിക്റ്റ് അല്ലാത്തവർ ഇതിന്റെ ഇരകളാവുകയാണെന്നുള്ളതാണ്. കാരാത്തോട് GMLP സ്കൂളിൽ PK കുഞ്ഞാലിക്കുട്ടി യാത്രയുടെ ഭാഗമായി. വളരെ സന്തോഷം. താങ്ക് യു. ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. നമ്മുടെ തന്നെ കുട്ടികൾ അറിയാതെ, വളരെ പ്രായം കുറഞ്ഞ കുട്ടികൾ വരെ ലഹരിക്ക് അടിമപ്പെടുകയാണെന്നാണ് പറയുന്നത്, നമ്മൾ അറിയുന്നില്ല. മൊയ്തീൻ അക്കാദമിയിൽ SKN 40യുടെ മാതൃക തീർത്ത് ഒട്ടനവധി വിദ്യാർത്ഥികൾ. സ്പോർട്സിൽ കുട്ടികൾ കളിക്കളങ്ങൾ തുറന്നു കൊടുക്കാം. കുട്ടികൾക്ക് വേണ്ട നാടകം, കുട്ടികൾക്ക് ആവശ്യമായ കഴിവുകൾ കണ്ടെത്തുകയൊക്കെ അങ്ങ് മുൻകൈ എടുത്ത് അതിനകത്ത് പലതും ചെയ്യാൻ. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവരും കൂടി തീർച്ചയായിട്ടും. കാലക്കോട്ട കഥകു തകർത്തു കെട്ടൊരു കാലം പണിതവരാരോ, നല്ലൊരു നാളെ പടുത്തുയർത്താൻ SKN 40.
കേരള യാത്ര സമാഗതമായി ലഹരി വിരുദ്ധ യാത്രക്കോതാം മഴദിൻ 1000 ഭാവുകമേ മഴദിൻ 1000 ഭാവുകമേ. 24 മലപ്പുറം. വൈദ്യുതി പോസ്റ്റുകൾക്കുള്ള വാടക കുടിശ്ശിക വരുത്തിയതിനാൽ കോഴിക്കോട് നാദാപുരം മേഖലയിൽ ഇന്റർനെറ്റ് കണക്ഷൻ വിച്ഛേദിച്ചു. നാദാപുരം മേഖലയിൽ കരാറെടുത്ത ഫ്രാഞ്ചൈസി കുടിശ്ശിക വരുത്തിയതിനാലാണ് KSEBയുടെ നടപടി. ഇന്റർനെറ്റ് തടസ്സപ്പെട്ടതിനാൽ ഇവിടെ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം താറുമാറായി. വ്യാഴാഴ്ച രാവിലെയാണ് ബോർഡ് അധികൃതർ കണക്ഷൻ വിച്ഛേദിച്ചത്. ഇന്റർനെറ്റ് കേബിൾ കടന്നുപോകുന്ന വൈദ്യുതി വകുപ്പിന്റെ പോസ്റ്റുകളുടെ വാടകയാണ് കുടിശ്ശികയായത്. 2023, 24, 25 വർഷങ്ങളിലെ വാടകയാണ് നാദാപുരം മേഖലയിൽ കരാറെടുത്ത ഫ്രാഞ്ചൈസി കുടിശ്ശിക വരുത്തിയത്. ഒരു പോസ്റ്റിന് ഒരു വർഷത്തേക്ക് 281 രൂപയാണ് വാടക. 1088 പോസ്റ്റുകളാണ് നാദാപുരം മേഖലയിലുള്ളത്. സംഭവത്തിൽ പ്രതിഷേധവുമായി കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ രംഗത്തെത്തി. മെയ് 6-ം തീയതി മിനിറ്റ്സ് സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും അടക്കം ഇരുന്ന് ഒരു മിനിറ്റ്സ് തയ്യാറാക്കി കോടതിയെ സമർപ്പിക്കുകയും ചെയ്തു. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആ മിനിറ്റ്സ് എല്ലാം നിങ്ങൾക്ക് സൈറ്റിൽ പോയാൽ കാണാൻ പറ്റും. ഉദ്യമിയുടെ കേബിൾ കട്ട് ചെയ്യാൻ പാടില്ല എന്ന് USOന്റെ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് നിങ്ങൾക്ക് സൈറ്റിൽ പോയാൽ കാണാൻ പറ്റും. നിരവധി തവണ നോട്ടീസ് നൽകിയെങ്കിലും പണമടയ്ക്കാൻ തയ്യാറായില്ലെന്ന് KSEB അധികൃതർ വ്യക്തമാക്കി. ഇതിൽ നമ്മൾ ഇവരെല്ലാ ഓപ്പറേറ്റർമാരെയും വിളിച്ചു വരുത്തി 2025 ജനുവരിയിൽ നമ്മളൊരു മീറ്റിംഗ് നടത്തുകയുണ്ടായി. ആ മീറ്റിങ്ങിൽ എടുത്ത തീരുമാനപ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവർക്ക് സമയമാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സമയം കൊടുത്തിട്ടുണ്ട്. ഫെബ്രുവരി 15 മുമ്പ് 2023-24 എല്ലാ ഏരിയകളും ക്ലിയർ ചെയ്യാമെന്ന് സമ്മതിച്ച രീതിയിലാണ് നമ്മൾ മിനിറ്റ്സ് തയ്യാറാക്കിയത്. ഇന്റർനെറ്റ് കണക്ഷൻ വിച്ഛേദിച്ചതോടെ KSEB ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ പ്രവർത്തനം താറുമാറായി. മൊബൈൽ ഫോണുകളിൽ നിന്ന് വൈഫൈ കണക്ഷൻ ഉപയോഗിച്ചാണ് അടിയന്തര പ്രാധാന്യമുള്ള ജോലികൾ നടത്തുന്നത്. 24 കോഴിക്കോട്. എറണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥികളും അഭിഭാഷകരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഇരു കൂട്ടർക്കുമെതിരെ കേസെടുത്ത് പോലീസ്. സംഘർഷത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികളും അഭിഭാഷകരും ചികിത്സയിലാണ്. അഭിഭാഷകർക്കെതിരെ മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ പരാതി നൽകി. ഇന്നു പുലർച്ചെ ജില്ലാ കോടതി വളപ്പിലും മഹാരാജാസ് കോളേജ് വളപ്പിലുമായാണ് ഇരു വിഭാഗങ്ങളും ഏറ്റുമുട്ടിയത്. ജില്ലാ കോടതിയിലെ ബാർ അസോസിയേഷന്റെ പരിപാടിയുടെ പിന്നാലെയായിരുന്നു സംഘർഷം. ഇരു കൂട്ടരും നൽകിയ പരാതികളിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അഭിഭാഷകരുടെ പരാതിയിൽ കണ്ടാലറിയാവുന്ന 10 വിദ്യാർത്ഥികൾക്കെതിരെയും വിദ്യാർത്ഥികളുടെ പരാതിയിൽ അഭിഭാഷകർക്കെതിരെയുമാണ് കേസ്. പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും കേസെടുത്തിട്ടുണ്ട്. SFI പ്രവർത്തകർ അനാവശ്യമായി സംഘർഷമുണ്ടാക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. CPM സ്പോൺസർ ചെയ്യുന്ന വിദ്യാർത്ഥി സംഘടനയായ SFI കേരളത്തിലൊരു സാമൂഹ്യ വിരുദ്ധ പ്രസ്ഥാനമായി മാറുകയാണ്. CPM നേതൃത്വം ഇടപെട്ട് അതിനെ പിരിച്ചുവിടണം. ഈ എല്ലാ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തികളുടെയും പുറകിൽ ഈ വിദ്യാർത്ഥി സംഘടന ഇവരെ കയറൂരി വിട്ടിരിക്കുകയാണ്. ഇന്നുച്ചയോടെ അഭിഭാഷകരും വിദ്യാർത്ഥികളും തമ്മിൽ വീണ്ടും സംഘർഷമുണ്ടായി. കോടതി വളപ്പിൽ നിന്ന് അഭിഭാഷകർ ബിയർ ബോട്ടിലും കല്ലും കോളേജിലേക്ക് വലിച്ചെറിയുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. കുട്ടികൾ പരീക്ഷ കഴിഞ്ഞ് അവരവരുടെ ക്ലാസ് മുറികളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും നേർക്കാണ് ഈ പറയുന്ന ബിയർ ബോട്ടിലുകളും മാരകായുധങ്ങളും വലിച്ചെറിയുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെയാണ് ഈ കോടതിയുടെ കോമ്പൗണ്ടിനുള്ളിൽ അത്രയും ബിയർ ബോട്ടിലുകൾ ഇപ്പോൾ ഈ നിമിഷം ഇന്നലെ അവർ കുടിച്ചു തീർത്ത മദ്യക്കുപ്പികളാണ് ഇന്ന് അവർ വലിച്ചെറിയാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അത്രമാത്രം ഇന്നലെ മദ്യപിച്ച് മതോന്മത്തരായിക്കൊണ്ടാണ് ഇന്നലെ ഇവിടെ ആക്രമണം അഴിച്ചു വിട്ടിട്ടുള്ളത്. വിദ്യാർത്ഥികളാണ് വീണ്ടും പ്രകോപനം സൃഷ്ടിച്ചതെന്ന് അഭിഭാഷകർ ആരോപിച്ചു. ഇവര് ഇവിടെ വന്ന് വനിതാ അഭിഭാഷകരോട് മോശമായിട്ട് പെരുമാറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആ ഒരു ഈ DJ നടക്കുന്ന സമയത്ത് ഇവരുടെ ബോഡി ലാംഗ്വേജ്, ഇവരുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ അറിയാം they were not ഒരു പ്രോപ്പർ ഇതിലായിരുന്നില്ല. സംഘർഷത്തിന് പിന്നാലെ SFIയും ബാർ അസോസിയേഷൻ അംഗങ്ങളും പ്രതിഷേധിച്ചു. 24 കൊച്ചി. ഇനി കാലാവസ്ഥാ റിപ്പോർട്ട് നോക്കാം. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. .34
പ്രൈം ടൈമിലേക്ക് വീണ്ടും ഇനി പതിവ് സെഗ്മെന്റിലേക്കാണ്. കാണാം വാൽകഷണം. പാർട്ടി മന്ത്രിമാർ ഭരിക്കുന്ന വകുപ്പുകൾക്ക് ഫണ്ട് ലഭിക്കുന്നില്ലെന്ന് CPI സംസ്ഥാന കൗൺസിലിൽ വിമർശനമുണ്ടായി. കർഷക ക്ഷേമനിധി ഉൾപ്പെടെ പ്രധാന പദ്ധതികൾ തടഞ്ഞുവെച്ച് വകുപ്പുകളെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നാണ് വിമർശനം. LDF പരിപാടികൾ CPIM ഏകപക്ഷീയമായി തീരുമാനിക്കുന്നുവെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. മുന്നണിയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പാർട്ടിയുടെ വലിപ്പം നോക്കിയാണോ? കാണാം M. അഫ്സൽ തയ്യാറാക്കിയ വാൽകഷണം. പാർട്ടി മന്ത്രിമാർ ഭരിക്കുന്ന വകുപ്പുകൾക്ക് ഫണ്ട് ലഭിക്കുന്നില്ലെന്ന് CPI സംസ്ഥാന കൗൺസിലിൽ വിമർശനം. കർഷക ക്ഷേമനിധി ഉൾപ്പെടെ പ്രധാന പദ്ധതികൾ തടഞ്ഞുവെച്ച് വകുപ്പുകളെ ദുർബലപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. സഹിക്കാൻ പറ്റുന്നത് വരെ സഹിച്ചു. അവസാനം സംസ്ഥാന കൗൺസിലില് സങ്കടം പൊട്ടി ഒഴുകിത്ര. എല്ലാരും ഉണ്ടല്ലോ. എന്താ പുതിയൊരു സഭ കൂടല്? ഇവർക്കൊക്കെ ചില പരാതികളുണ്ട്. പരാതി എന്താന്ന് മനസ്സിലായില്ലേ? മുന്നണിയിലെ CPIയിലെ മന്ത്രിമാർക്ക് വേണ്ടത്ര അങ്ങോട്ട് ഫണ്ട് കൊടുക്കണില്ലാന്ന്. അത് ചെയ്യാൻ പാടില്ല. കുടുംബത്തിൽ സ്വന്തം മാത്രം നോക്കാന്ന് പറഞ്ഞാ അത് തെറ്റന്നെയാ. കുടുംബത്തിലെ കാരണവര് കാര്യങ്ങളൊക്കെ നോക്കണുണ്ട് എന്ന് പറഞ്ഞാലും ഇതിനൊക്കെ ഒരു വ്യവസ്ഥ വേണ്ടേന്നാണ് ഇവരുടെ ചോദ്യം. ഞങ്ങൾ എന്തിനു വേണമെങ്കിലും തയ്യാറാ. പക്ഷെ എന്നോടൊരു വാക്ക് ആലോചിക്കണ്ടേ വലിയ മാമ? വിൽക്കാനാണെങ്കിലും പണയം വെക്കാനാണെങ്കിലും ഞങ്ങളുടെ ഒക്കെ സമ്മതവും കയ്യൊപ്പും വേണം. അതാലോചിച്ചിട്ടില്ല. നാടിനെ നമ്പർ 1 ആക്കാനുള്ള ശ്രമത്തിനിടയിൽ വീതം വെക്കണേല് ചെറിയൊരു വീഴ്ചയൊക്കെ പറ്റിയാല് ഇവർക്ക് ക്ഷമിച്ചൂടെ? തെറ്റോ ശരിയോ ഏതായാലും ഒരു അഭിപ്രായ വ്യത്യാസം നിലയ്ക്ക് ഭാഗം നടത്തന്നെയാ നല്ലത്. ഓഹോ, അപ്പൊ കോടതിയാണ് ആകപ്പിരിവായിരിക്കും അല്ലേ? പാർട്ടിക്കകത്ത് ചർച്ചകൾക്കിടമുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് പാർട്ടിയെ പറ്റി, LDFനെ പറ്റി, ഗവൺമെന്റിനെ പറ്റി എല്ലാം സ്വാഭാവികമായിട്ടും പാർട്ടി ചർച്ചയുണ്ടായിട്ടുണ്ട്. ആ ചർച്ചകളെല്ലാം LDFനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. ഫണ്ട് വീതം വെപ്പിന്റെ കാര്യത്തിൽ മാത്രമല്ലത്ര ഈ പ്രശ്നേ. പ്രധാനപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി വന്നാൽ അതിന്റെ ഫ്ലക്സിലോ ഫോട്ടോത്തിലോ ഒന്നും തിരിട്ട് നോക്കിയാൽ CPIക്കാരെ കാണില്ല എന്നാണ് അടുത്ത പരാതി. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. സംഗതി ഇതിപ്പോ 2 തവണ ക്ഷമിച്ചും സഹിച്ചും ഒക്കെ ഇരുന്നു. ഈ സംഗതി പിന്നെ മൂന്നാമതും ഇങ്ങോട്ട് കിട്ടിയാല് എന്താക്കൊരവസ്ഥ എന്നാണ് ഇവരെ പേടി. ഞാൻ ഈ മന്ത്രിസഭയിൽ അംഗം തന്നെയാണോ? ഈ കൺവീനർ സ്ഥാനം മടുത്തു. അവനവന്റെ പാർട്ടി നയി മുറവിളി. ഇനിയിപ്പോ സർക്കാരിന് വല്ല നേട്ടവും കിട്ടിയാലോ? അപ്പോഴും ഈ CPIക്കാരെ ഒന്ന് ഓർക്കൂലത്ര. സംസ്ഥാന കൗൺസിലിന്റെ അജണ്ടയിലുള്ള LDF എന്ന വിഷയത്തിലെ ചർച്ചയിൽ പങ്കെടുത്തവരാണ് സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ പരിപാടികൾക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. ആഘോഷ പരിപാടികളുടെ പ്രചരണ ബോർഡുകളിൽ മുഖ്യമന്ത്രിയുടെ ചിത്രം മാത്രമേ ഉള്ളൂ എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം. തോൽപ്പിക്കണം, അത്രയേ ഉള്ളൂ ഏട്ടന്. സംഗതി വലിയ സങ്കടം തന്നെയാണ്. ഒപ്പം കൂട്ടിനുണ്ടെങ്കിലും നാട്ടുകാരുടെ മുന്നണിക്കാർക്ക് മാത്രമേ പേരുള്ളൂ. 20 കൊല്ലായിട്ട് ഈ സ്വത്ത് മുഴുവൻ നീ തന്നെയല്ലേ നോക്കി നടത്തണേ? അതിന് ആദായം നീ തന്നെയല്ലേ പറ്റണേ? ഒരു കണക്കും ഇതുവരെ ആരും ചോദിച്ചിട്ടില്ലല്ലോ. ആ കണക്ക് എങ്ങനെ വക കൊള്ളിക്കും? എന്റെ അധ്വാനത്തിന് കണക്കില്ല. ഞങ്ങളോട് ആലോചിക്കാതെ ഏട്ടം ചെയ്യണമൊന്നും ശരിയല്ല. മുന്നണിയില് മുന്നിൽ നിൽക്കണവര് തള്ളി തള്ളി പുറകിലോട്ട് മാറ്റണമെന്നുള്ള സങ്കടം പറച്ചിൽ കണ്ട് തള്ളല് നിർത്തോ അതോ ആഞ്ഞു തള്ളുവെന്നൊക്കെ കാത്തിരുന്ന് കാണാം.